ഐ എം ഡോക്ടർ ശ്രീലക്ഷ്മി. ഒ പിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടിലൊന്നാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എല്ലാ അസുഖം 25 വയസ്സുള്ളവരിലും 35 വയസ്സുള്ളവരിലും അതുപോലെ മദ്യപിക്കാത്ത ആൾക്കാരിലും കാണും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു ചെറിയ കാര്യമായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ ഇതേ ഫാറ്റി ലിവറാണ് പിന്നീട് സിറോസിസ് ആയിട്ട് മാറുന്നത്. ഇപ്പം ഈ സ്റ്റേജുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ലിവർ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ്. ഏകദേശം 500-ലധികം ജോലികളാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു ദിവസം ഈ ലിവറിലെ സെല്ലുകളിൽ ചെറിയ ചെറിയ കൊഴുപ്പ് തുള്ളികൾ ഇങ്ങനെ അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഇതാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് വരുന്നു? ആൽക്കഹോൾ ഒരു പ്രധാന കാരണം തന്നെയാണ്. പക്ഷേ ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിതവണ്ണം, ഷുഗർ, കൊളസ്ട്രോൾ, വ്യായാമമില്ലായ്മ, കൂടുതൽ മധുരമുള്ള ഡ്രിങ്ക്സ്, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇതെല്ലാം കാരണങ്ങളാണ്. ഫാറ്റി ലിവർ ഡേഞ്ചറസ് ആവുന്നത് എപ്പോഴാണ്? ഫാറ്റി ലിവർ ഒറ്റ ദിവസം കൊണ്ട് സിറോസിസ് ആകാം. ഇത് പല വർഷങ്ങൾ കൊണ്ടാണ് ആവുന്നത്. ആദ്യം കൊഴുപ്പാകും, പിന്നീട് ഇത് ഇൻഫ്ലമേഷൻ, പിന്നീട് ചെറിയ 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 സ്കാർ വരും. ആ സ്കാറ് കൂടി സിറോസിസ് ആയിട്ട് മാറും. ലിവറിനെ ഒരു സ്പോഞ്ച് പോലെ ആലോചിക്കും. അത് വളരെ സോഫ്റ്റ് ആണ്, അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇതേ സ്പോഞ്ച് ഉണങ്ങി കട്ടിയായിട്ട് എങ്ങനെ ഉണ്ടാവും? പിന്നെ അതിന് ജോലി ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ തന്നെയാണ് ലിവറിൽ സ്കാർ വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഈ രോഗം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ ക്ഷീണം വരാം, വയറിൻ്റെ വലതുവശത്ത് അസ്വസ്ഥത വരാം, വിശപ്പ് കുറയൽ, അതുപോലെ കണ്ണ് മഞ്ഞ കളറാകും, കാലിലും വയറിലും നീർക്കെട്ട് വരാം. പിന്നെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും രക്തം ഛർദ്ദിക്കും, അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. സാധാരണയായി ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വയറിൻ്റെ സ്കാനിങ്, അൾട്രാസൗണ്ട് മതി. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലത്തെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ലിവറിൻ്റെ അസുഖം എത്രത്തോളം തീവ്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈബ്രോ സ്കാനിങ് കൂടി ചെയ്ത് നോക്കേണ്ടി വരും. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. മെഡിസിനെക്കാട്ടിയും കൂടുതൽ ശക്തിയുള്ള ചികിത്സ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, നമ്മൾ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് നടത്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു എക്സസൈസ്, വ്യായാമം എന്തായാലും ചെയ്തിരിക്കണം. പഞ്ചസാര ചേർത്തിട്ടുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക. വളരെ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ അതെല്ലാം കുറയ്ക്കുക. കൊളസ്ട്രോളും ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കാണാം. ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക. ഒ പിയിൽ റിപ്പോർട്ട് കണ്ടാൽ പേഷ്യൻസ് പലപ്പോഴും പറയുന്നത്, ഡോക്ടർ ഇതൊരു ഫാറ്റി ലിവർ അല്ലേ, ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഇത് ഇന്ന് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ലിവർ ഡാമേജ് ആയി പോയിട്ടുണ്ടാവും. ഫാറ്റി ലിവർ എന്നുള്ളതൊരു മുന്നറിയിപ്പാണ്. അപ്പം ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിറോസിസ് പോലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.